അപ്പോൾ ഒരു ഓണക്കാലമാണ്. ശരിക്കും ആ ഓണത്തിന്റെ ഒരു സുഖത്തിലേക്ക്, അതിന്റെ ഒരു ആവേശത്തിലേക്ക് നാടും നഗരവും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്ന് പറയാം. സ്കൂളുകളൊക്കെ അടച്ചിരിക്കുന്നു, ക്യാമ്പസുകളൊക്കെ അടച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലേക്കൊക്കെ മടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയം കൂടിയാണെന്ന് നമുക്കറിയാം. നമ്മുടെ വിഷമങ്ങളും എല്ലാം മറക്കാനുള്ള ഒരു ഓണക്കാലമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിഭവങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ചിലയിടങ്ങളിലേക്ക് പോകാനുണ്ട്, ചില രുചിയൂറും വിഭവങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ റൈഡിന്? Let's go for a ride with Riding Reporter. ഇന്ന് പുരാടമാണ്, നാളെ ഉത്രാടം, മറ്റന്നാൾ തിരുവോണം. ഇങ്ങനെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉച്ചനേരം വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിനെ കുറിച്ചായിരിക്കും. എനിക്കസ് അത് തന്നെ, ഓണസദ്യയെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഓണസദ്യയിൽ വിഭവങ്ങൾ ഒരുപാടുണ്ടാവും അല്ലേ? അതിപ്പോൾ വടക്ക് തെക്ക് എന്നൊക്കെ മാറി മാറി വിഭവങ്ങളുടെ രീതിയും അതിൻ്റെ ഗുണവും അതിൻ്റെ മണവും അതിൻ്റെ എന്താ പറയുക ചേരുവകളൊക്കെ മാറി മാറിച്ചൊക്കെയാണ്. അപ്പോൾ 10ഉം 15ഉം വിഭവങ്ങളൊക്കെ എന്തായാലും ഈ ഓണസദ്യയിൽ ഉണ്ടാകും എന്ന കാര്യം നമുക്കറിയാം. അതിൽ തന്നെ ഏറ്റവും സ്പെഷ്യലാണ് വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയും. ആ രണ്ട് സാധനങ്ങളും ഇല്ലാതെ എന്ത് സദ്യ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അല്പം കോഴിക്കോടൻ കാര്യങ്ങളെക്കുറിച്ച് പറയാം. കോഴിക്കോടൻ വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയും, ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആദ്യം. പച്ചടി, കിച്ചടി, അവിയൽ, കൂട്ടുകറി, കാളൻ, തോരൻ, പഴം, പപ്പടം, പായസം, അങ്ങനെ ഓണസദ്യയിൽ വിഭവങ്ങൾ പലതുണ്ട്. പക്ഷേ വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയില്ലാത്തൊരു ഓണസദ്യയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റില്ല. അപ്പോൾ ഇന്ന് കുറച്ച് കോഴിക്കോടൻ വറുത്തുപ്പേരി ശർക്കര വരട്ടി വിശേഷങ്ങളാണ് റൈഡിംഗ് റിപ്പോർട്ടറിൽ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ കണ്ടുവരാം. വാ. വറുത്തുപ്പേരിക്കും ശർക്കര വരട്ടിക്കും ഓണക്കാലത്ത് ആവശ്യക്കാർ ഏറെയാണ്. കോഴിക്കോട് എവിടെ തിരിഞ്ഞാലും ഇവ രണ്ടും ഉണ്ടാക്കുന്ന കടകൾ കാണാം. നാടൻ ഏത്തപ്പഴം അഥവാ നേന്ത്രക്കായയാണ് ഈ കഥയിലെ നായകൻ. ഈ നേന്ത്രക്കായയുടെ തൊലി ഉരിയുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് സുധാരേട്ടൻ പറഞ്ഞുതരും. സുധാരേട്ടൻ, എങ്ങനെയാണ് ഇതിൻ്റെ ഈ തൊലി കളയുന്ന പരിപാടി? ഒരു കഴുകിൻ്റെ കഷ്ണം എടുക്കുക, ഇതേമാതിരി കുറുമ്പാക്കുക, എന്നിട്ട് ഇതിൻ്റെ മുതുകത്ത് വെച്ചിങ്ങനെ വരയ്ക്കുക. വരച്ചിട്ട് ആ ഭാഗത്തെയും ഈ ഭാഗത്തെയും ഒന്ന് പൊളിക്കുക. എന്നിട്ട് കൈ കൊണ്ട് തഴഞ്ഞെടുക്കുക. ഇത് ലേശം ഉറപ്പുള്ള വായിക്കായിട്ട്, ഇളമ്പിച്ച വായിക്കായിട്ടാണ് ഇത് തൊലി കിട്ടാത്തതേ. നല്ല പെട്ടെന്ന് ആയി കിട്ടും. അങ്ങനെ നേന്ത്രക്കായയുടെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇത് വൃത്തിയായി മുറിക്കുക എന്നുള്ളതാണ്. വറുത്തുപ്പേരിക്ക് ഒരു രീതിയിലും ശർക്കര വരട്ടിക്ക് വേറൊരു രീതിയിലാണ് ഈ നേന്ത്രക്കായകൾ മുറിക്കുന്നത്. അതിൻ്റെ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശർക്കരപ്പേരിൻ്റെ 2ആയിട്ടാണ് വിട്ടുക, ഇത് 4ആയിട്ട് വിട്ടുക. മുറിച്ച് കഴിഞ്ഞ് 2 വെള്ളത്തിനകത്ത് കഴുകണം, മഞ്ഞപ്പൊടിനകത്ത് പുറത്തി വെക്കണം കുറച്ച് നേരം. എന്നിട്ട് നേരെ ഉപ്പുള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇടുക. ഉപ്പുള്ള എണ്ണയിലേക്ക് ഇടുക, വറുത്ത് കോരി എടുക്കുക. പിന്നെ കായ മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. നാടൻ മഞ്ഞപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ അടുത്തുള്ള മില്ലിൽ തന്നെയാണ് വെളിച്ചെണ്ണ കിട്ടുന്നത്, ആ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. വറുത്തുപ്പേരി അങ്ങനെ വറുക്കാനുള്ള, എണ്ണയിലിട്ട് വറുക്കാനുള്ള പരിപാടി ചേട്ടൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അതിൻ്റെ ഇളക്കുന്ന പരിപാടി, വറക്കുന്ന പരിപാടി നമുക്കൊന്ന് നോക്കാം. ശർക്കര വരട്ടി എരിവും മധുരവും നൽകുന്നവയാണ്. കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത കായയിൽ കുരുമുളക് പൊടിയും ചുക്കും ജീരകവും ശർക്കരയും എല്ലാം ചേർത്ത് കുഴച്ചെടുത്താൽ ശർക്കര വരട്ടിയായി. ആദ്യം കായ പൊരിച്ചിട്ട് പീസ് പൊരിച്ചിട്ട് വെക്കും. ഒരു ശർക്കര പാവ് റെഡിയാക്കിയിട്ട് അതിലിട്ട് മിക്സ് ചെയ്ത് ചുക്ക്, ജീരകം, കുരുമുളക് എല്ലാം മിക്സ് ചെയ്തിട്ട് ശർക്കരേൻ്റെ മൂപ്പിൽ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായി റെഡിയായി വരും. നമ്മളെ ഓണക്കാലത്ത് ഓണസദ്യ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്. ഓണസദ്യയിൽ കാര്യമായിട്ടുള്ള സംഭവം ശർക്കരപ്പേരി, വറുത്തപ്പേരി.
അപ്പോൾ അത് ഓണസമയത്ത് കൂടുതൽ അതിന് ഒരു ചിലവുണ്ട്. അപ്പോൾ നമ്മളത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റുന്നുള്ള ഒരു സാധാ റേറ്റ് മിതമായ നിരക്കിലാണ് വാങ്ങൽ. 340 റുപ്യ കിലോന് വരുന്നുണ്ട്. ഇപ്പോൾ ഓണസദ്യക്ക് ഇല വയ്ക്കുമ്പോൾ അതിൻ്റെ മൂലയിലിരിക്കാൻ വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയും കോഴിക്കോട് തയ്യാറാണ്. നിരവധി പേർ കടകളിലേക്ക് ഇവ വാങ്ങാനായി എത്തുന്നുണ്ട്. ഓണവിപണി ഇങ്ങനെ ഉണർന്നു വരുമ്പോൾ കച്ചവടക്കാരും വലിയ പ്രതീക്ഷയിലാണ്. ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കും അഖിൽ കക്കോടിക്കുമൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. യെസ്, അപ്പോൾ അതാണ് കോഴിക്കോടത്തെ ശർക്കര വരട്ടിയുടെയും ഉപ്പേരിയുടെയൊക്കെ കഥ. ദ ഷഫീർ മണ്ണാർക്കാട് എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ പറയുന്നു, പ്രജിൻ കോഴിക്കോടൻ വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയും കഴിക്കാൻ ഞാനും റെഡി, പ്ലേറ്റ് എടുക്കുന്നില്ല, കൈയിട്ട് വാരിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് ഷഫീർ.